നമസ്കാരം. രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ MLA സ്ഥാനവും രാജിവെക്കേണ്ടി വരും എന്ന സൂചനയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അദ്ദേഹം മാധ്യമങ്ങളോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ രാജി പാർട്ടി വാങ്ങിയത് ഇതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് എന്നാണ് ഇപ്പോൾ സതീശൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് ഒരു വേറിട്ട പാർട്ടിയാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും ഉടൻ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്ന പരാതികളൊക്കെ തന്നെ അതീവ ഗൗരവത്തോടു കൂടിയാണ് പാർട്ടി നോക്കിക്കാണുന്നത് എന്നാണ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്, ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനവും രാജിവെക്കേണ്ടി വരും. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് താൽക്കാലികമായിട്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു നീക്കം സഹായകമാകും, അത് പരിഹരിക്കാൻ സഹായകമാകും എന്നാണ് വി.ഡി. സതീശൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ആദ്യഘട്ടമായിട്ടാണ് എന്ന് വി.ഡി. സതീശൻ പറയുമ്പോൾ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് MLA സ്ഥാനം രാജിവെക്കുന്നത് തന്നെയാണ് എന്ന് ഏതാണ്ട് ഏറെക്കുറെ വ്യക്തമാണ്. നിരന്തരമായി ഇപ്പോൾ ഹൈക്കമാൻഡിലേക്കും ഒരുപാട് പരാതികൾ പ്രവഹിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാമ്പത്തിക നടപടികളെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വലിയൊരു ഭാഗം അണികൾ ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ ഷാഫി പറമ്പിലിനെക്കുറിച്ചും ഇപ്പോൾ പരാതികൾ പ്രവഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ ഇമേജ് സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പാർട്ടി നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. എന്നാൽ ഇക്കാര്യത്തിൽ KPCC എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. KPCC നേതാക്കൾ ഒത്തുകൂടി ഒരുപക്ഷെ അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് സാധ്യത. നിലവിൽ ഇത്തരത്തിൽ ആരോപണം നേരിട്ട MLA ആരും തന്നെ MLA സ്ഥാനം രാജിവെച്ച കീഴ്വഴക്കമില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പലരും പറയുന്നത്. എങ്കിൽ പോലും ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കർശനമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരുന്നു. തനിക്ക് മകളെപ്പോലെ വളരെ അടുപ്പമുള്ള അത്രയും ബന്ധമുള്ളൊരു കുടുംബത്തിലൊരു കുട്ടിയോടാണ് ഇത്തരത്തിലുള്ള മോശമായ പെരുമാറ്റം ഉണ്ടായത് എന്ന് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച മാധ്യമപ്രവർത്തകരെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും കാര്യങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസ് ഒരുപക്ഷെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിരിക്കാം. ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വത്തിന് പ്രത്യേകിച്ച് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അഭിപ്രായത്തിനായിരിക്കാം മുൻതൂക്കം നൽകുക എന്നും നമുക്കിതോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. കൂടുതൽ കർശനമായ നടപടി എന്ന് പറയുമ്പോൾ MLA സ്ഥാനം തന്നെ രാജിവെക്കുന്നതിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ്. പാലക്കാട് ഇപ്പോൾ നടക്കുന്ന ഒരു ചടങ്ങുകളിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ ക്ഷണിക്കേണ്ട എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ശാസ്ത്രമേളവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിൻ്റെ കമ്മിറ്റിയിലേക്കും ഒക്കെ തന്നെ രാഹുലിൻ്റെ പ്രവേശനം ഇപ്പോൾ തൽക്കാലം സർക്കാർ നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വി.ഡി. സതീശൻ്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഷാഫി പറമ്പിൽ MP ഇന്ന് അല്പസമയത്തിന് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.